ഹായ് ഹലോ ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ പോണത്. ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് നാളായിട്ട് അങ്ങനെ ഒരുമിച്ച് കൂടലില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഏതായാലും അതിന് പറ്റിയൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോണത് ഇതാക്കണം ഇവിടെ പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുത്തുമല കാശ്മീർ പുഴ പറയും കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോണത്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ അനിയൻ്റെ താറിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ താറിലൊക്കെ കയറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ താറിലൊക്കെ കയറിയപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പുഴേൻ്റെ അവിടെ എത്തിട്ടോ. അപ്പോൾ ഞാനും സെലിയും പിന്നെ അനിയൻ്റെ കുട്ടിയും നേരത്തെ വന്നു കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വെയിലൊന്നും അധികമല്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്ന് എത്തിയപ്പോഴാണ് കേട്ടോ കുറച്ചൊരു വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും വെയിലിന് അത്ര ശക്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാനും സച്ചും പിന്നെ സെലിയും ഇച്ചുമോനും ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇച്ചുമോനും ഇവിടെ എത്തിയപ്പോൾ തന്നെ കേട്ടോ ഓൻ്റെ ഡ്രസ്സൊക്കെ അയച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓനക്ക് നേരെ വെള്ളത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഓൻ്റെ ഉപ്പച്ചി ഉമ്മച്ചി ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്യുന്നുണ്ടോ, ഞാനിതിലൊരു കട്ട് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം. അങ്ങനെ ഇതാക്കണത് ബാക്കി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അവരിതാക്കണ് പിന്നെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ എത്ര ആയാലും ആ കരക്ക് നിൽക്കുന്നല്ലാണ്ട് ഞാൻ പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങിയ ചാടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാല് മാത്രം ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളായാലും പിന്നെ വലിയവരായാലും ഒക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂടിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുഴയിലൊക്കെ പോവുക. പിന്നെ എന്താ പറയുക ആയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പേടി കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഡേഞ്ചറാണോ ചോദിച്ചാൽ അത്യാവശ്യം ഡേഞ്ചറുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു തന്നെ കേട്ടോ, മരണങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത് കുറച്ചും കൂടി ആയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ നീന്താൻ അറിയണമല്ലോ വേണം കേട്ടോ ഇതിലിങ്ങനെ ഇറങ്ങാനും ഇതാക്കാനും കേട്ടോ. അങ്ങനെ പുഴയിൽ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അതിൽ ചാടി മറിഞ്ഞവർക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. നമ്മളൊരു 3 ആൾക്കാർ അതിൽ ചാടിയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല ഒന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അതാ നേരെ പോയത് ഇവിടെ പുത്തുമല ബംഗ്ലാവ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബംഗ്ലാവിൽ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല കേട്ടോ. മറ്റേത് എപ്പോഴും ആൾക്കാരുണ്ടാവില്ല എന്ത് പറഞ്ഞിട്ടോ. ബംഗ്ലാവിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പേടി. പിന്നെ വാതിലും ജനലും അങ്ങനത്തെ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ എന്താക്കി നേരെ വന്നിട്ടോ. പിന്നെ പിന്നെ പുത്തുമല നമ്മളെ സ്കൂളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 4 വരെയാണ് കേട്ടോ അത് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നേഴ്സറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നത് ഏകദേശം ഇവിടെ നമ്മൾ പടി ഇറങ്ങുന്ന സമയം തന്നെ എന്താ വെച്ചാൽ 2019 ആഗസ്റ്റ് 8 നമ്മൾ പിന്നെ പുത്തുമല പ്രളയം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു സ്കൂളിലേക്കാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക ഇവിടെ കുറച്ചും കൂടി അപ്പുറത്തൊരു ചെറിയൊരു പൊട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒച്ചയിട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഈ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആളുകൾ താമസമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ താഴോട്ടാണ് കേട്ടോ പിന്നെ എസ്റ്റേറ്റ് പാടിയായാലും അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാക്കണ നമ്മളെ മക്കളൊക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക എല്ലാവർക്കും അതൊന്ന് കാണാനും ആയി. പിന്നെ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആകെ പൊളിഞ്ഞിരിക്കണ്. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എത്ര ആളുകൾ കാരണം മക്കൾ മാത്രമല്ല കേട്ടോ, മക്കളെ ഉപ്പയും അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക എത്രയോ പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ആദ്യം വരെയൊക്കെ പറഞ്ഞത് ഇങ്ങനെ ബ്രിട്ടീഷുകാർ കെട്ടിയതാണ് അവർ. പിന്നെ കുതിര എന്നെ വളർത്തിയതായിരുന്നു, കുതിര കൊട്ടായി ആയിരുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ പിന്നെയാണ് പുതുക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സ്കൂളൊക്കെ ആയി ഒരുപാട് ആളുകൾ ഇവിടെ പഠിച്ച് വളർന്ന് ഒരുപാട് എന്താ പറയുക നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. ഇപ്പോൾ പശുക്കളൊക്കെ പിന്നെ കയറി അവരെ ഇതൊക്കെയാണ് എന്ത് ചെയ്യാനാണ്. പിന്നെ ആളും മനുഷ്യനൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉപേക്ഷിക്കല്ലാതെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു പൊട്ടിയ സമയത്തൊക്കെ ഇങ്ങോട്ട് നമ്മൾ രക്ഷപ്പെട്ട് ഉള്ളതിൽ നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് കേട്ടോ അങ്ങനത്തെ ഇതിൻ്റെ അപ്പുറത്തേക്കും കൂടി ഒന്നും കൂടി പൊട്ടിയത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. അതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സൊക്കെ ഇങ്ങനെ ഓടിയെത്തും കേട്ടോ. കാരണം നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും നമ്മൾ മറക്കില്ലല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്കിവിടെ പോകുക. ഏകദേശം നമ്മൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ എന്താ പറയുക നല്ലൊരു രസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു രസം തന്നെയാണ്. അങ്ങനെ പിന്നെ ഏതായാലും താറിലൊക്കെ നമ്മൾ കയറി അതൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.